ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് പതിയെ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പതിയെ ഇത് റിമൂവ് ചെയ്ത് ഇതിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ. അതുവരെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആവണം. കണ്ട, ഇത് ഞാൻ അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാക്കിയ മെഴുകുതിരിയാണ്. ഞാനല്ലാണ്ട് പാക്കറ്റിൽ നിന്ന് എടുത്ത്, കാരണം ഇത്ര വരെ കിട്ടാൻ വേണ്ടിയിട്ട് പാക്കറ്റിൽ നിന്ന് ഞാൻ എടുത്ത്, പിന്നെ കത്തിക്കാനായിട്ട് മെഴുകുതിരി ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനി ആവശ്യമില്ലല്ലോ, കാരണം ഇനി ആവശ്യമില്ല. അപ്പം ഞാനത് എടുത്ത് അതും പിന്നെ പൊട്ടിക്കാത്തൊരു ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു മെഴുകുതിരി ഞാൻ എടുത്ത് ഇത്രയും അളവിൽ ഞാൻ ഉണ്ടാക്കി, ഇത്ര വരെ എത്തിച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ മെഴുകുതിരി എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ട. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നൂല് നീണ്ടു നിൽക്കുന്ന ഈ നൂല് എന്ത് ചെയ്യുക, പകുതി കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഇത് ഇത്രയും കട്ട് ചെയ്യണം. അത്രയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മെഴുകുതിരി കത്തിക്കാനായിട്ട് പോകണം ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? പരീക്ഷണം വിജയിച്ചു. കാരണം ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കാണുമായിരുന്നു. അതിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത സംഭവമാണ്. കണ്ടോ മെഴുകുതിരി? നേരത്തെ കൈ പൊള്ളി, കാരണം ഇത് സാധാരണ ലൈറ്ററല്ല, ഇതിങ്ങനെ തീ അധികം പടർന്നു പോകുന്ന സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ലൈറ്ററൊക്കെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇത് വെച്ച് ഇങ്ങനെ കത്തിക്കുമ്പോൾ നമ്മുടെ ഇപ്പുറത്തെ കൈയും എന്ത് ചെയ്യും,